റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ശരിവെച്ച സിപിഐഎം റിവ്യൂ റിപ്പോർട്ട്. സിപിഐഎം ഏരിയ സമ്മേളനത്തിന്റെ റിവ്യൂ റിപ്പോർട്ടാണ് ലഭിച്ചു. പാർട്ടിക്കകത്ത് സാമ്പത്തിക വിഷയത്തിലുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി. അടിയന്തരമായി സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും വ്യക്തി കേന്ദ്രീകൃത വിമർശനങ്ങൾക്ക് ചില സഖാക്കൾ പ്രാധാന്യം നൽകിയെന്നും റിപ്പോർട്ട്. ഏരിയ സമ്മേളനം അലങ്കോലമാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചു. ഗൌരവത്തിലുള്ള പരിശോധന വേണമെന്നും റിവ്യൂ റിപ്പോർട്ടിൽ ആവശ്യമുണ്ട്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാട്. മെറി ക്രിസ്മസ്. ഈ ക്രിസ്മസ് തലേന്ന് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊട്ടിത്തെറിയുടെ വാർത്തയാണല്ലോ. വിഭാഗീയത നിലനിൽക്കുന്നു എന്ന് തന്നെ വിലയിരുത്തുകയാണോ പാർട്ടി? തീർച്ചയായിട്ടും സുജി, അതായത് കഴിഞ്ഞ നവംബർ 1, 2 തീയതികളിലാണ് CPIM-ന്റെ പയ്യന്നൂർ ഏരിയ സമ്മേളനം നടന്നത്. ആ ഏരിയ സമ്മേളനത്തിന് ശേഷം ആ സമ്മേളനത്തിൻ്റെ റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കിയതിലാണ് ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ റിവ്യൂ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ റിവ്യൂ റിപ്പോർട്ടിൻ്റെ രേഖകൾ ഉൾപ്പെടെ റിപ്പോർട്ടിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതായത് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നേതൃത്വത്തിന് കഴിയാത്തതും വീഴ്ചയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായ രീതിയിൽ 2 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു വിഭാഗീയ പ്രവർത്തനങ്ങളായിരുന്നു പയ്യന്നൂർ സമ്മേളനത്തിൽ അടക്കമുണ്ടായിട്ടുള്ളത്. ലോക്കൽ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പരസ്യമായി നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പാനലിനെതിരെ മത്സരവും അതിനുശേഷം വിഭാഗീയമായിട്ടുള്ള തിരിഞ്ഞുള്ള ചില പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളെല്ലാം പ്രകടമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഏരിയ സമ്മേളനത്തിലും സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങളുണ്ടായി. ചില നേതാക്കൾ, അതായത് സഖാക്കൾ തന്നെ ഈ സമ്മേളനം അലങ്കോലമാക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ പ്രധാനമായും മറ്റ് പല ജില്ലാ സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല പാർട്ടി ഘടകങ്ങളിലും ഇത്തരത്തിലുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ വലിയ വാർത്തയായി വരുമ്പോഴും കണ്ണൂരിൽ പാർട്ടിയുടെ തന്നെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനങ്ങളുള്ള, പാർട്ടിക്ക് തന്നെ വലിയ സംഘടനാ ശക്തിയുള്ള ഒരു മേഖല കൂടിയാണ് ഈ പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു വിഭാഗീയത അത് പാർട്ടി തന്നെ പാർട്ടിയുടെ റിവ്യൂ റിപ്പോർട്ടിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി തന്നെ ഒരു വിലയിരുത്തലുണ്ടാവുന്നു. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക്, സംഘടനാപരമായിട്ടുള്ള വീഴ്ചകളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് സമ്മേളനത്തിൽ ചില നേതാക്കളും ചില ഡെലിഗേഷൻ്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുത്തവരും അഭിപ്രായപ്പെട്ടത്. ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. സുജിയ, ഓക്കെ, വ്യക്തമാണ്. ഇതൊരു വലിയ വാർത്തയാണ്. ആ വലിയ വാർത്ത പ്രേക്ഷകരിലേക്കായി എത്തിച്ചത് നമ്മുടെ സ്വന്തം അർജുൻ കല്യാടാണ്. അർജുൻ കല്യാട്, മെറി ക്രിസ്മസ്. കണ്ണൂരിൽ നിന്നുള്ള ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നാലെ എത്തിക്കുകയല്ലേ? തീർച്ചയായിട്ടും സുജിയ, നാളെ റിപ്പോർട്ടറിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ സംഘടിപ്പിക്കുന്ന ഒരു മഹാ ഇവൻറ്റ് നമ്മളിവിടെ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിധു പ്രതാപും സംഘവും റിപ്പോർട്ടറിൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും പാടുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ എഡിറ്റോറിയൽ ടീം അംഗങ്ങളെല്ലാം തന്നെ ഈ ഇവൻറ്റിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റിടങ്ങളിലെല്ലാം ക്രിസ്മസ് കാര്യങ്ങൾ ഇന്ന് തന്നെ പൊടിപൊടിക്കുന്നുണ്ട് എങ്കിൽ കൂടി കണ്ണൂരിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ ഒരേ സമയം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടരട്ടെ. അർജുൻ കല്യാട്, ഞാൻ നമ്മുടെ ജെയ്സൺ കാത്തു നിൽക്കുന്നുണ്ട് ഒരു വാർത്തയുമായി. അങ്ങോട്ടൊന്ന് പോവുകയാണ്. താങ്ക് യു അർജുൻ. നമ്മുടെ ഫ്ലോറിലെ ഗംഭീരമായിട്ടുള്ള